ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഫെബ്രുവരി 17 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അദ്വാനിക്ക് ഭാരതരത്നം. ഇതോടെ ഈ വർഷം ഭാരതരത്നം 2 പേർക്കായി. നേരത്തെ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തരം ഭാരതരത്നം പ്രഖ്യാപിച്ചിരുന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ഇറ്റാലിയൻ താരമായ യാനിക് സിന്നർ നേടി. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യത്തിനാണ് കിരീടം. വനിതാ സിംഗിൾസിൽ ബെലാറസ് താരമായ ആര്യാന സബലങ്ക കിരീടം നേടി. ഫൈനലിൽ റഷ്യയുടെ ഡാനിൽ മെദ്വദേവിനെയാണ് യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത്. 2 സെറ്റ് പിന്നിലായതിനു ശേഷം മികച്ച തിരിച്ചുവരവിലൂടെയാണ് താരം കിരീടം സ്വന്തമാക്കിയത്. ഇത് 3ാം തവണയാണ് ഡാനിൽ മെദ്വദേവ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ പരാജയപ്പെടുന്നത്. ഇലോൺ മസ്കിന്റെ സ്ഥാപനമായ ന്യൂറാലിങ്ക് മനുഷ്യ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ചു. റോബോട്ടിന്റെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയയിലൂടെ 64 നേർത്ത നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചത്. പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റഡ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നാണ് പരീക്ഷണത്തിന് പേര് നൽകിയിരിക്കുന്നത്. 2023 മെയ് മാസത്തിലാണ് മനുഷ്യരിൽ പരീക്ഷണം നടത്താൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത്. സംസ്ഥാനത്തിന്റെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രോസസ്സർ കൈരളി AI വികസിപ്പിച്ചു. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് AI അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾക്കായി പ്രോസസ്സറുകൾ നിർമ്മിച്ചത്. ആരോഗ്യം, വ്യോമയാനം, ഗതാഗതം തുടങ്ങി നിരവധി മേഖലകളിൽ പ്രോസസ്സർ ഉപയോഗിക്കാനാകും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയിൽ AI പ്രോസസ്സറുകൾ വികസിപ്പിക്കുന്നത്. രാജ്യത്തെ 1 കോടി വീടുകളിൽ സൗരോർജ പാനൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതിക്ക് തുടക്കമായി. സുസ്ഥിര ഊർജം ലഭ്യമാക്കുക, വൈദ്യുതി ലാഭിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. 3 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് 40% സബ്സിഡി വരെ കേന്ദ്ര സർക്കാർ നൽകും. സൈഫർ രഹസ്യരേഖ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനും മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷിക്കും 10 വർഷം തടവ് വിധിച്ച് റാവൽപിണ്ടിയിലെ പ്രത്യേക കോടതി. അധികാരത്തിലിരുന്ന സമയത്ത് ഔദ്യോഗിക രഹസ്യരേഖ നിയമം ലംഘിച്ച് നയതന്ത്ര കേബിൾ പരസ്യപ്പെടുത്തുകയെന്നതാണ് ഇരുവർക്കുമെതിരെയായ കേസ്. 33 വർഷത്തിനു ശേഷം പശ്ചിമഘട്ടത്തിൽ പുതിയ ഇനം ചിത്രശലഭത്തെ കണ്ടെത്തി. സിഗരിറ്റസ് മെഗമലയൻസിസ് എന്നാണ് പുതിയ ചിത്രശലഭത്തിന്റെ ശാസ്ത്രീയ നാമം. വെള്ളി വരയൻ വിഭാഗത്തിൽപ്പെടുന്നതാണ് പുതിയ ചിത്രശലഭം. തമിഴ്നാട്ടിലെ ശ്രീവില്ലിപുത്തൂർ മേഘമലൈ കടുവ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. മുന്നണി മാറി NDA സഖ്യത്തിനൊപ്പം ചേർന്ന നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും ചുമതലയേറ്റു. കഴിഞ്ഞ 11 വർഷത്തിനിടെ 6 തവണയാണ് അദ്ദേഹം മുന്നണികൾ മാറി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 2022 രൂപവത്കരിച്ച മഹാസഖ്യ സർക്കാർ പിരിച്ചുവിട്ടാണ് NDA സഖ്യത്തോടൊപ്പം ചേർന്നത്. BJP നേതാക്കളായ സാമ്രാട്ട് ചൗധരി, വിജയ്കുമാർ സിൻഹ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ ചുമതലയേറ്റു. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവച്ചതിനെ തുടർന്നാണ് ചമ്പൈ സോറൻ ചുമതലയേറ്റത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജാർഖണ്ഡിലെ കൊൽഹാൻ മേഖലയിൽ നിന്നുള്ള 6ാമത്തെ മുഖ്യമന്ത്രിയാണ് ചമ്പൈ. 2ാം NDA സർക്കാരിന്റെ അവസാന ബജറ്റ് ലോക്സഭയിൽ
ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയെ 2024 വികസിത ഭാരതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബജറ്റ് അവതരണം. സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പയ്ക്കായി 75,000 കോടി രൂപ പ്രഖ്യാപിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 11.11 ലക്ഷം കോടി, 3 പ്രധാന റെയിൽവേ സാമ്പത്തിക ഇടനാഴികൾ, 5 വർഷത്തിനുള്ളിൽ PMAY പദ്ധതിയിലൂടെ 2 കോടി വീടുകൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടി രൂപ എന്നിവയാണ് ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. 2023-24 വർഷത്തിൽ 45.03 ലക്ഷം കോടി രൂപയാണ് രാജ്യത്തിന്റെ ആകെ ബജറ്റ് തുക. തന്റെ 6ാം ബജറ്റാണ് നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. തമിഴ് ചലച്ചിത്ര താരമായ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു. തമിഴക വെട്രി കഴകം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. താരത്തിന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിക്കാൻ മുൻകൈ എടുത്തത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പാർട്ടിയുടെ ലക്ഷ്യം. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത്? ഉത്തരം PK വീരമണി ദാസൻ. 2024 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ? ഉത്തരം ഈസ്റ്റ് ബംഗാൾ FC. അടുത്തിടെ മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം? ഉത്തരം USA. 2024 പ്രഥമ ബീച്ച് ഗെയിംസ് ജേതാക്കൾ? ഉത്തരം മധ്യപ്രദേശ്. പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ പാപ്പാൻ? ഉത്തരം പർബതി ബറുവ. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി? ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരുമിച്ച് മാർച്ച് പാസ്റ്റ് ചെയ്ത ദമ്പതികൾ? ഉത്തരം മേജർ ജെറി ബ്ലോയ്സ്, ക്യാപ്റ്റൻ സുപ്രീത CT. രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം? ഉത്തരം കൊച്ചി. 2023 ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം സൂര്യകുമാർ യാദവ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്? ഉത്തരം ബംഗളൂരു. ഇന്ത്യയും കിർഗിസ്ഥാൻ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്? ഉത്തരം ഗഞ്ചാർ. അന്താരാഷ്ട്ര T20 ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം? ഉത്തരം രോഹിത് ശർമ്മ. ഇടുക്കി കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത്? ഉത്തരം വടക്കൻ കങ്കാരു ഓന്ത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ? ഉത്തരം അനിൽ ലഹോട്ടി. ഇതോടെ 2024 ഫെബ്രുവരി 17 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.